ഈ 2 സീറ്റ് മത്സരിക്കുന്നതിനെ കുറിച്ച് ശങ്കുട്ടി ദാസ് വലിയത് പറഞ്ഞു. ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞ കാര്യം മത്സരിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് ആദ്യം മത്സരിച്ചു എന്ന് പറഞ്ഞു. ശങ്കുട്ടി ദാസ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, അടുത്ത തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നരേന്ദ്രമോദി 2 സീറ്റ് മത്സരിക്കും. അത് എന്തായാലും വാരണാസി പേടിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? 3 ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 2 സീറ്റ് മത്സരിച്ചോളൂ. ശങ്കുട്ടി ദാസിന് മുൻകൂർ മറുപടി അങ്ങേരുന്ന അല്ലെങ്കിൽ ഒരു ഇതായിട്ടുള്ള മറുപടി ആയിട്ട് കൂട്ടിക്കോ. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസിനെ അതിനെ പെടുത്തിയാണോ ഒരു ദേശീയ നേതാവിനെ കാണേണ്ടത്? അദ്ദേഹം 8 മാസം ഈ സർക്കാരിനെതിരെയും നിങ്ങളുടെ RSSന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയും തെരുവിലായിരുന്നു. 8 മാസം തെരുവിലായിരുന്നു അദ്ദേഹം, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് ഈ നിതീഷിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ആശ്രയത്തിൽ കഴിയേണ്ടി വരുന്നത്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾ എത്രമാത്രം 10,000 കോടി രൂപ മുടക്കിയ ഒരു സംവിധാനം ഉണ്ടാക്കി അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഇന്ത്യ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ 240. മറക്കണ്ട, ഇരുന്നോട്ടെ. പിന്നെ അഭിലാഷ് പറഞ്ഞത് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വയനാട് 123.4% MP ലാഡ് ഫണ്ട് ചെലവാക്കിയ MP ആണ് രാഹുൽ ഗാന്ധി. അറിയോ ശങ്കുട്ടി ദാസിന്? 158 കോടി രൂപയുടെ CRIF ഫണ്ട്, കേരളത്തിലെ ഏറ്റവും ഒന്നാമതാണ് CRIF ഫണ്ട് കൊണ്ടുവന്ന മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നത് 7,418 കോടി രൂപയുടെ ചുരം വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന, 3,418 എൻ്റെ ഓർമ്മ, ചുരം വികസനത്തിന് വേണ്ടി ഫണ്ട് കൊണ്ടുവന്നതാണ്. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിയ MP ആണ് രാഹുൽ ഗാന്ധി. പിന്നെ അങ്ങ് 9 പ്രാവശ്യം എന്ന് പറഞ്ഞല്ലോ, ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയുന്നത് പച്ച കള്ളവല്ലാന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ 9 വിസിറ്റിന്റെ ഡീറ്റെയിൽസ് പുറത്തു വിടണം. ഈ ചർച്ചയിൽ വേണ്ട, ഫേസ്ബുക്ക് ഉണ്ടല്ലോ. ശങ്കുട്ടി ദാസ് പറയുന്നതിന് ആത്മാർത്ഥത സ്വന്തം വാക്കുകളോടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 9 പ്രാവശ്യം എന്നുള്ള വിസിറ്റിന്റെ ഡീറ്റെയിൽസ് ഇടണം. അതിട്ടാൽ അതിന് മറുപടിയായിട്ട് എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതും ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ പോയി എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ശങ്കുട്ടി ദാസ് ഒന്ന് മനസ്സിലാക്കിയോ, ഞാൻ ഈ സ്റ്റുഡിയോയിൽ പറയുന്നതല്ല, ഞാൻ വയനാടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഡയലോഗ് അടിക്കരുത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, സ്വന്തം വാക്കുകളോട് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഉപയോഗിച്ച് ഈ കള്ള പ്രചരണം നിങ്ങൾ തെളിയിക്ക് ശങ്കുട്ടി ദാസേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ പ്രിയങ്ക ഗാന്ധി കുടുംബമണ്ഡലമാണ്, അല്ല, കുടുംബമണ്ഡലം എന്നല്ല പ്രശ്നം. വയനാട് രാഹുൽ ഗാന്ധിയോട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നെഹ്റു കുടുംബത്തിലൊരു അംഗം എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ വയനാട് വന്ന് മത്സരിച്ച് 2 പ്രാവശ്യം മാത്രം പ്രചരണത്തിന് വന്നപ്പോൾ 2 തെരഞ്ഞെടുപ്പിലും ഈ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തത്? കാരണം നെഹ്റു കുടുംബത്തിലെ അല്ലെങ്കിൽ RSSനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൻ്റെ കുന്തമുനയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ, ആ രാഹുൽ ഗാന്ധിയെ വയനാടിൻ്റെ മതേതര വയനാടിന് വേണം എന്നുള്ള കൃത്യമായ ബോധ്യമാണ്, ആ വൈകാരിക ബന്ധമാണ്. ആ വൈകാരിക ബന്ധത്തിന് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. എങ്ങനെയാണ്? വയനാടിന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൊമിനൻസ് ഉള്ള രീതിയിൽ വയനാട് രാഹുൽ ഗാന്ധിയെ ഏത് വികാരത്താൽ തിരഞ്ഞെടുത്തോ അതേ വികാരത്തിന് ഉതകുന്ന രീതിയിൽ ഈ RSSനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ കൊടുക്കുന്നു. ശങ്കുട്ടി ദാസിൻ്റെയൊക്കെ ഈ പേടി എന്താണെന്നറിയോ അഭിലാഷ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ഉള്ള ലോക്സഭ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നരേന്ദ്രമോദിക്ക് ഇപ്പം ഇരിക്കാൻ പറ്റുള്ള, നിൽക്കാൻ പറ്റുമോ പാർലമെന്റിൽ? ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആർജവമുണ്ടെങ്കിൽ വേർത്ത് കുളിക്കുന്ന കാണാൻ. നിങ്ങൾ എത്ര AC കൂട്ടിയിട്ടാലും ആ ഇന്ത്യയുടെ പാർലമെന്റ് വേർത്ത് കുളിക്കുന്ന നരേന്ദ്രമോദിയെ കാണാൻ പറ്റും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്രേ പറഞ്ഞു നിർത്തുന്നുള്ളൂ, ബാക്കി വഴിയെ നമുക്ക് പറയാം. പിന്നെ അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യം. അരുൺകുമാർ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് പറഞ്ഞു മറുപടി പറഞ്ഞോട്ടെ. അരുൺകുമാറെ, നിങ്ങൾ എവിടെയാണ് ഈ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ? നിങ്ങൾക്ക് എന്തായിരുന്നു സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ റോള്? നിങ്ങൾ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് വിരുദ്ധത മാത്രം പ്രസംഗിച്ചുകൊണ്ടാണ് നിങ്ങൾ വോട്ട് പിടിക്കാൻ. അല്ലല്ല, കുറച്ച് 2-3 കാര്യങ്ങൾ പറയാൻ കൂടി. അല്ല, 2-3 കാര്യങ്ങൾ ചോദിച്ചോട്ടെ, തയ്യാറാക്കി കൊണ്ടുവന്നല്ല ചോദിക്കട്ടെ.
ഞാൻ മറുപടി പറഞ്ഞോളാം. അല്ല ഞാൻ എഴുതിക്കൊണ്ട് വന്നാൽ ഞാൻ ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വരും. എൻ്റെ കയ്യിൽ വസ്തുതകളും കാര്യങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത് വരും. ഞാൻ ഒരൊറ്റ ചോദ്യം അരുൺകുമാറിനോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർജവമുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് മറുപടി പറയണം. ഇന്ത്യയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, അയോധ്യ ആയുധമാക്കിയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയ മണ്ണ് ഫൈസാബാദ്. ആ ഫൈസാബാദിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സമാജ്വാദി പാർട്ടി മത്സരിച്ചു. എന്തിനാ അവിടെ CPI ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്? പറയാൻ കഴിയും അരുൺകുമാറെ? നിങ്ങളുടെ RSSനെതിരെയുള്ള പോരാട്ടം വെറും പള്ളയാണ് എന്ന് തെളിയിക്കാൻ ഒരു ഒറ്റ കാര്യം മതി. ഫൈസാബാദ് പോലൊരു മണ്ഡലത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് മുഴുവൻ വർഗീയത കത്തിപ്പടർത്താൻ നോക്കിയ ലാബിൽ ബഹുമത് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോ നിങ്ങൾ ഇടതുപക്ഷം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി 15,000 വോട്ട് പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ഥാനാർത്ഥി ഒരു 50,000 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ അവിടെ ഈ ഇന്ത്യ മുന്നണി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായേനെ. ഈ രാജ്യം മുഴുവൻ BJPയുടെ വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായിട്ട് നിൽക്കുന്ന അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദിൽ BJP വിജയിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആണല്ലേ? നിങ്ങൾ BJPക്കെതിരെയുള്ള പോരാട്ടത്തിലെ കങ്കാണികളാണ്. നിങ്ങൾ BJPക്കെതിരെ പോരാട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്നവരാണ്. നിങ്ങൾ പിണറായിസ്റ്റുകൾ. ആ പിണറായിസ്റ്റുകളെ കേരളത്തിൽ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ അണിചേർക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയമായിട്ട് വയനാട് ഞങ്ങൾ നേരിടും. അതാണ് CPM-നോടുള്ള കോൺഗ്രസിന്റെ ചോദ്യം.